അനുതാപമോടെ അണിചേർന്നിടാം അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം. ജീവിത വഴിയിൽ വന്നുപോയിട്ടുള്ള സ്നേഹരാഹിത്യത്തെയൊക്കെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ബലി ഒരനുഭവമായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. സർവസംപൂജ്യൻ പിതാവിന്റെയും സൂനുവാം ശ്രീയേശുനാഥന്റെയും ദിവ്യാത്മാവിന്റെയും നാമത്തിൽ നിത്യപിതാവായ ദൈവത്തിൻ സ്നേഹവും ക്രിസ്തുനാഥന്റെ കൃപാവരവും ജീവപ്രദായകൻ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ സ്വർഗപിതാവിന്റെ വത്സല മക്കളെ, ഈ ബലി ഭക്തിയോടർപ്പിക്കുവാൻ പാപങ്ങളോർത്തു മനസ്തപിച്ചിടുവിൻ. കർത്താവിൻ കാരുണ്യം യാചിക്കുവിൻ. അൻപാർന്ന സ്നേഹമേ, കാരുണ്യമേ, തുമ്പമകറ്റുന്ന തമ്പുരാനേ, പാപങ്ങൾ വീണ്ടും ചെയ്തു ഞാനേറെ, മാപ്പിനായി കേഴുന്നു സ്നേഹതാതാ. ദൈവമേ, സ്നേഹമേ, കാരുണ്യമേ, പാപം പൊറുക്കണേ, മാപ്പേകണേ. ചിന്തകരിൽ, വാക്കിൽ, കർമ്മസ്ഥലങ്ങളിൽ അന്തമില്ലാത്ത പരാതിയായി നിൻ സ്നേഹമാർഗം ത്യജിച്ചവൻ ഞാനിത, നിൻ ഗേഹം തന്നിലണച്ചിടണേ. ദൈവമേ, സ്നേഹമേ, കാരുണ്യമേ, പാപം പൊറുക്കണേ, മാപ്പേകണേ. കന്യാമറിയമേ, വിശുദ്ധരേ, ദൂതരെ, നിങ്ങൾ തൻ മാധ്യസ്ഥ്യം നൽകേണമേ. കന്യാമറിയമേ, വിശുദ്ധരേ, ദൂതരെ, നിങ്ങൾ തൻ മാധ്യസ്ഥ്യം നൽകേണമേ. സ്നേഹസമൂഹമേ, പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ, കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടുവാൻ. ദൈവമേ, സ്നേഹമേ, കാരുണ്യമേ, പാപം പൊറുക്കണേ,
രക്ഷകനേ. സർവേശൻ ദൈവമാം കർത്താവ് നമ്മൾ തൻ പാപങ്ങളെല്ലാം പൊറുത്തിടട്ടെ. നിത്യമാം ജീവിതം പ്രാപിപ്പാൻ നമ്മൾക്കായി തൻ കൃപയേകുമാറായിടട്ടെ. കനിയണമേ കർത്താവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകൾ ശക്തനാം ദൈവമേ സാധനാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാദേവസൂര്യനേ കർത്താവാം ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ നാഥനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപമീനന്ദാവേ കാരുണ്യം തൂകടേ ലോകത്തിൻ പാപമീനന്ദാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. നിത്യമഹിമാവിൻ പാവനാവുതൻ കൈക്കേ വാഴുന്ന ക്രിസ്തുവേ അങ്ങു മാത്രം
തൃത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യസ്വരൂപനായ ദൈവമേ, ക്ലേശപൂർണമായ ജീവിതം നയിക്കുന്ന പ്രിയദാസജനങ്ങളെ എപ്പോഴും അങ്ങ് ശ്രവിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും മോചനം ലഭിച്ച് സസന്തോഷം ഞങ്ങൾ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അനുഗ്രഹമരുളേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രയേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, അങ്ങേ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങേ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. സർവർക്കും മുൻപിൽ കർത്താവിനെ വാഴ്ത്തി ദാവീദിൻ സ്വരമുയർന്നു. കർത്താവാം ദൈവമേ, ഞങ്ങൾ തൻ ദാതാ ഇസ്രായേലിൻ നാഥാ, നീ വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, അങ്ങേ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. മഹത്വവും ശക്തിയും മഹിമപ്രതാപവും ഔന്നത്യവും സർവവും വാനഭൂതലത്തിലെ ദൃശ്യാദൃശ്യങ്ങളും സർവത്തിനുടയോനും അങ്ങു തന്നെ. കർത്താവേ, അങ്ങേ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും
പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചാലുകൾ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. ചാലുകൾ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ, ഇതു ജീവൻ നൽകും വചനം ദൈവവചനം. ഇതു ജീവൻ നൽകും വചനം ദൈവവചനം. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്കു മഹത്വം. ആ ദിവസങ്ങളിൽ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമറിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരികെ വന്നു. യേശുവിന്റെ കാൽക്കൽ വീണ് പ്രണമിച്ചുകൊണ്ട് അവിടുത്തെ
അങ്ങയ്ക്കു നന്ദി പറഞ്ഞു. അവൻ ഒരു സമറിയാക്കാരൻ ആയിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സൗഖ്യപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റു പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവവചനമാണു നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം തിരുമനസ്സാകുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. സഭാഗാത്രത്തിന്റെ ശിരസായി ഈശോയെ, ഈ ലോകത്തിൽ ദൈവരാജ്യം കെട്ടിപ്പടുക്കുവാൻ സഭ നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളിലും അങ്ങയുടെ സംരക്ഷണം യാചിക്കുന്നു. പ്രതിബന്ധങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും പരിശുദ്ധാത്മാ നിറവിൽ സഭയെ നയിക്കുവാൻ വലിയ മുക്കുവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ കൃപകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ സാക്ഷ്യത്തിന്റെ കരുത്തേകി അനുഗ്രഹങ്ങളാൽ പൂരിതരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നരുൾ ചെയ്ത കർത്താവേ, ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവത്തിനായി വെമ്പൽ കൊള്ളുന്ന സഭാമക്കളെയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഹൃദയം നൽകി പരസ്പരം കരുതിയും പങ്കുവച്ചും ഒരു നവലോക സൃഷ്ടിക്കായി പ്രയത്നിക്കുവാൻ വിദ്വേഷം മറന്ന് പരസ്പരം മരുന്നായി ഐക്യത്തിൽ മുന്നേറുവാൻ അങ്ങയുടെ വാഗ്ദാന രൂപിയെ അയച്ച് ഞങ്ങളെ കരുത്തിട്ടവരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളവിലധികം വേലക്കാർ ചുരുക്കമെന്നരുൾ ചെയ്ത ഈശോയെ, അങ്ങയുടെ വിളഭൂമി അതിവിശാലമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ധാരാളം പ്രേക്ഷിതരെയും അങ്ങേക്ക് ആവശ്യമാണല്ലോ. ഭൗതികതയിൽ മനസ്സുനാതെ ദൈവപിതാവിന്റെ പരിപാലനയിൽ വിശ്വസിച്ചാശ്രയിച്ച് നല്ല ദൈവവിളികൾക്ക് വിത്ത് പാകുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് സൗഖ്യമായ യേശുവേ, പലവിധ രോഗങ്ങളാൽ വലയുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ അങ്ങയുടെ സൗഖ്യ സ്പർശനത്തിനായി സമർപ്പിക്കുന്നു. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അങ്ങയുടെ പക്കലെത്തുന്നുവല്ലോ. തീരാരോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെയും ഭിന്നമാനസരെയും അങ്ങയുടെ സൗഖ്യത്തിന്റെ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളെ കൂദാശ വഴി അതിസ്വാഭാവിക തലത്തിലേക്ക് ഉയർത്തിയ ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന മദ്യം, ധനമോഹം, സ്വാർത്ഥത, അഹങ്കാരം, ജഡികാസക്തി തുടങ്ങിയ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വിടുതൽ നൽകി നസ്രത്തിലെ തിരുകുടുംബത്തെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചും ദൈവവചനത്തിൽ വിശ്വസിച്ചും ദൈവരാജ്യ നിർമ്മിതിയിൽ പങ്കാളികളാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ ജീവനും പുനരുദ്ധാനവുമാണെന്ന് അരുൾ ചെയ്ത ഈശോയെ, ജീവിച്ചിരിക്കുന്നവർക്ക് പാപമോചനവും മരണമടഞ്ഞവർക്ക് പ്രത്യാശയും അങ്ങ് തന്നെയാണല്ലോ. വിശ്വാസ ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ നടന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഞങ്ങൾക്ക് വിശ്വാസക്കൈത്തിരി പകർന്നു തന്ന് മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ പൂർവികരെയും പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സ്നേഹകാരുണ്യത്തിനായി സമർപ്പിക്കുന്നു. അവർ ചെയ്ത എല്ലാ പാപങ്ങളും ക്ഷമിച്ച് നിത്യശാന്തി പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങൾക്കൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ
സമർപ്പിക്കാം. സർവേശ്വരാ, ഞങ്ങളുടെ അഭയവും ശക്തിയും അങ്ങാകുന്നുവല്ലോ. അങ്ങേ സഭയുടെ പ്രാർത്ഥനകളിൽ പ്രസാദിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുന്നത് കൃപാപൂർവം സാധിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജീവിതം ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനടയുന്നിതാ. ഈ കൈക്കുമ്പിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവാ ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. സഹോദരരേ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെയും സാർവത്രിക സഭയുടെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവജനാരാധ്യനായ ദൈവമേ, തിന്മകളിലും മരണത്തിലും നിന്നും സർവജനങ്ങൾക്കും മോചനം നൽകുവാൻ അങ്ങ് പ്രിയസുതനെ അയച്ചുവല്ലോ. കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ മോചിക്കുവാൻ തിരുവുള്ളമായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി സംപ്രീതിയോടെ സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയം കർത്താവിങ്കലേക്കുയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വരാ, നിത്യനായുള്ള ദൈവമേ, സർവശക്ത പരിശുദ്ധതാ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി യുക്തവും ന്യായവുമാണതു ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് രക്ഷാകരവും ജഗൽപിതാവേ. ഞങ്ങൾ അർപ്പിക്കുമീ നന്ദിയും സ്തോത്രവും അങ്ങേക്കാവശ്യമില്ലെന്നാകിലും നന്ദിപ്പുകഴ്ചകൾ ഞങ്ങൾ നൽകുന്നത് ഞങ്ങൾക്കു നീ തന്ന ദാനമല്ലോ. അങ്ങേ മഹിമയെ തെല്ലും വളർത്തുവാൻ ഞങ്ങൾ തൻ ഗീതങ്ങൾക്കില്ല ശക്തി. എന്നാലും ഞങ്ങൾ തൻ നിത്യരക്ഷയ്ക്കവ നന്നായി ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ ആമോദവായ്പോടെ നിത്യവും നാഗദൂതന്മാരാം ഗായകന്മാർ ദിവ്യപ്രതാപവാൻ അങ്ങയെ വാഴ്ത്തുന്നു. മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. കർത്താവാ ദൈവം പരിശുദ്ധൻ, നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിതൻ ഉറവിടവും അങ്ങുതന്നെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ.
ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാകുന്നു. നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇതെന്റെ രക്തമാകുന്നു. നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എന്റെ രക്തം. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ ദിവ്യമാമീ രഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. മരണം വരിച്ചു നീ
മൃത്യുവിനെ ജയിച്ചു ഉദ്ധാനം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനേകി വരണേ വിഭോ തവ മഹിമ പ്രതാപമോടെ മഹിമ പ്രതാപമോടെ പിതാവേ ക്രിസ്തുനാഥന്റെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും എല്ലാ വൈദികരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കണമേ. അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ അവർക്കു ഭാഗ്യമരുളണമേ. ഈ എളിയ ദാസരായ ഞങ്ങളെയും കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്തപതിയായ വിശുദ്ധ ഔസേപ്പിതാവിനോടും അപ്പോസ്തല ഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്കു പ്രിയങ്കരമാമിതം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. സർവേശ്വരാ, ദൈവപിതാവാകുമങ്ങേക്ക് സുനുവാം ക്രിസ്തുവിലൂടെ സദാ ക്രിസ്തുവിനോടെ ക്രിസ്തുവിൽ സന്തതം പരിശുദ്ധാത്മാവുമായി സംസർഗത്തിൽ കീർത്തിയും സർവ മഹത്വപ്രതാപവും നിത്യസ്തുതിയും ആരാധനയും ആമേൻ.
കർത്താവാം ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നായി നമുക്കിപ്പോൾ ഏറ്റു സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. തിന്മകളെല്ലാം അകറ്റി നീ ഞങ്ങളെ ചിന്മയാ നിത്യം നയിച്ചിടേണേ. ഞങ്ങൾ ജീവിക്കുമീ നാളിതിൽ നിൻ ശാന്തി നൽകിടാൻ നാഥ കനിഞ്ഞിടേണേ. പാപത്തിൽ വീഴാതെ ആകുലരാകാതെ ജീവിക്കാൻ നിൻ കൃപ തൂകിടേണം. രക്ഷകനേശുവിൻ ആഗമനം ഞങ്ങൾ പ്രത്യാശയാർന്നിട കാത്തിരിപ്പു. രാജ്യവും ശക്തിയും സർവപ്രതാപവും എന്നെന്നും നിന്റേതാണല്ലോ നാഥാ. നൽകുന്നൻ ശാന്തി ഞാൻ നിങ്ങൾക്കായെന്നുമേ ശിഷ്യന്മാരോടരുൾ ചെയ്തുവല്ലോ. ഞങ്ങൾ തൻ പാപങ്ങൾ ഒന്നൊന്നുമോർക്കാതെ തൃക്കൺ പാർത്തിടണം നിൻ സഭയെ. വിശ്വാസം പാലിക്കും സത്യസഭയ്ക്കെന്നും ശാന്തിയും ഐക്യവും ഏകിടേണം. ഞങ്ങളർപ്പിക്കുമീ പ്രാർത്ഥന കേൾക്കണേ. എന്നെന്നും ജീവിച്ചു വാഴും നാഥ. വിശ്വാസം പാലിക്കും സത്യസഭയ്ക്കെന്നും ശാന്തിയും ഐക്യവും ഏകിടേണം. ഞങ്ങളർപ്പിക്കുമീ പ്രാർത്ഥന കേൾക്കണേ. എന്നെന്നും ജീവിച്ചു വാഴും നാഥ. ഞങ്ങളർപ്പിക്കുമീ പ്രാർത്ഥന കേൾക്കണേ. എന്നെന്നും ജീവിച്ചു വാഴും നാഥാ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി
നീതി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ജനിതാക്കളോ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അത് മാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. ആത്മാവ് സുഖം നേടുവാൻ. രൂപത്തിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ ആഗതനാകുമെന്നീശോ. അനേനമേ എന്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എന്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. വായെന്നേശുനാഥാ, വാവായൻ സ്നേഹനാഥാ, വാവായെന്നേശുനാഥാ, വാവായൻ സ്നേഹനാഥാ. വന്നു വസിച്ചിടുമെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. രൂപത്തിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ ആഗതനാകുമെന്നീശോ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ജീവദായകമായ അപ്പം വഴി അങ്ങേ പ്രിയദാസരെ പാപബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കുവാനും പൈതൃകാനുഗ്രഹത്താൽ ഊർജ്ജസ്വലരാക്കുവാനും അങ്ങ് തിരുമനസ്സായല്ലോ. നിത്യമഹിമ സിദ്ധിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ അനുസ്യൂതം മുന്നേറുവാൻ കൃപയരുളേണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. കർത്താവാം സർവേശൻ നിങ്ങളിൽ കാരുണ്യം നിത്യവും തൂകി അനുഗ്രഹിച്ചെന്നും രക്ഷയുണർത്തുന്ന സ്വർഗീയ വിജ്ഞാന സുപ്രഭ നിങ്ങളിൽ ചിന്തിയിടട്ടെ. വിശ്വാസബോധ
സമാധാനത്താൽ അങ്ങ് നിങ്ങൾക്ക് പോഷണമാത്മാവിന്നേകുകയും ആജീവനാന്തം സത്കർമ്മങ്ങൾ ചെയ്യുവാൻ ആശിസരുളുമാറായിടട്ടെ. അങ്ങുതൻ കാൽപ്പാടു പിന്തുടർന്നിടുവാൻ നിങ്ങൾക്കനുഗ്രഹമേകുകയും സ്നേഹസമാധാനമാർഗേ നയിക്കയും ചെയ്യുവാൻ സത്കൃപയുണ്ടാകട്ടെ. താതനും പുത്രനും പാവനാത്മാവുമാ നിത്യകാരുണ്യവാൻ സർവശക്തൻ തൻ ദിവ്യാനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറായിടട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു സ്തുതി. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാളേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാളേകിയാലും കോടി നന്മയാ പാടുവാൻ അടിയനാവുമൊത്തം പുരാനേ കോടി നന്മയാ